Hi friends, welcome to home-Tech graphics. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ യൂട്യൂബിൽ കുക്കിംഗ് ചാനൽ ഉള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഈ വെബ്സൈറ്റിന്റെ പേരും ഈ വെബ്സൈറ്റ് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആവും എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കവിടെ home-Supercook-Hamictech എന്ന് സെർച്ച് ചെയ്യണം. www.supercook.com എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതാ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് ലാംഗ്വേജസ് സെലക്ട് ചെയ്യാനുണ്ട്. ഇവിടെ കാണുന്ന ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ലാംഗ്വേജ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ മലയാളം ഹിന്ദിയൊന്നുമില്ല. സോ ഞാനതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ തുടരുകയാണ്. ഇനി അടുത്ത സൈപ്പ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ആ ഒരു സൈറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻസ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതെല്ലാം കണ്ടതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ രജിസ്റ്റേർഡ് യൂസേഴ്സിന് മാത്രമേ അവരുടെ റെസിപ്പീസ് സേവ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. അതിന് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി സൈറ്റിൽ. തൽക്കാലം ഞാനതൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സൈനപ്പ് എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അത് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഓരോരോ ഡിഷസ് ഈ ഒരു സൈറ്റിൽ നിന്ന് സെർച്ച് ചെയ്യാം. അതിനായി ഇവിടെ ആഡ് ഇൻഗ്രീഡിയൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. താഴോട്ട് സ്വൈപ്പ് ചെയ്യുമെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ചധികം കാറ്റഗറി കാണാം. ഈ ഓരോ കാറ്റഗറിക്കകത്ത് സബ് കാറ്റഗറി പോലെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഇവിടെ ബേക്കിംഗ് എന്നത് നോക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ ഫ്ലോറ്, വാനില, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ ഇത്ര ഞാൻ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ അതല്ലെങ്കിൽ ഈ ഒരു കാണുന്ന ഇൻഗ്രീഡിയൻസ് അല്ലാതെ വീണ്ടും കൂടുതൽ ഇൻഗ്രീഡിയൻസ് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന മോർ എന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേതൊക്കെയാണോ അതെല്ലാം സെലക്ട് ചെയ്യാം. ഞാൻ തൽക്കാലം എൻ്റെ കയ്യിലുള്ള ഈ ഒരു 5 ഇൻഗ്രീഡിയൻസ് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സി റെസിപ്പി എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മെനു ഇവിടെ റെഡി ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മെനൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത ആ 5 ഇൻഗ്രീഡിയൻസിനെ ബേസ് ചെയ്തുള്ള ഡിഷസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇതിൽ വീഡിയോസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വീഡിയോ ഓൺലി എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഇൻഗ്രീഡിയൻസിനെ ബേസ് ചെയ്തുള്ള ഡിഷസിൻ്റെ വീഡിയോസ് മാത്രം നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏത് ഡിഷാണോ വേണ്ടത് അത് ഇതുപോലെ ക്ലിക്ക് ചെയ്യാൻ. ഞാനിപ്പം സാധാ റൊട്ടി റെസിപ്പി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ വീഡിയോസ് ഇവിടെ നിന്ന് കാണാം. ഇത് യൂട്യൂബ് വീഡിയോസാണ് ഇവിടെ പ്ലേ ആവുന്നത്. പിന്നെ ആ ഒരു ഡിഷിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ഡിഷിൻ്റെ ന്യൂട്രീഷൻ ഫാക്റ്റ് അതും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഒരു ഡിഷിൻ്റെ കാലോറീസ്, ഫാറ്റ്, പ്രോട്ടീൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതേപോലെ കാണാം. അതുപോലെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി ബാക്കിയുള്ള വീഡിയോസും നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് ആ ഒരു ഡിഷ് ഇതുപോലെ ക്ലിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ വീണ്ടും വേറൊരു ഡിഷ് ക്ലിക്ക് ചെയ്തു, ഈസി ബിസ്ക്കറ്റ് റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഓരോരോ ഡിഷസ് സെർച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു ഇൻഗ്രീഡിയൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് പോകുന്നതായിരിക്കും. പിന്നെ നമുക്ക് അടുത്ത ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ വീണ്ടും
നമുക്കിഷ്ടമുള്ള ഇൻഗ്രീഡിയൻറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് വീണ്ടും ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കോളിഫ്ലവർ, പിന്നെ പൊട്ടറ്റോ, പിന്നെ ടൊമാറ്റോ എന്നീ 3 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് വീണ്ടും ഇവിടെ സി റെസിപ്പി എന്നത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ 3 പൊട്ടറ്റോ, ടൊമാറ്റോ, കോളിഫ്ലവർ എന്നീ 3 ഇൻഗ്രീഡിയൻസിനെ ബേസ് ചെയ്തുള്ള കുറച്ചധികം ഡിഷസ് ഇവിടെ വരുന്നതായിരിക്കും. അതുപോലെ ഇവിടെ റെസിപ്പി ടൈം നമുക്ക് മുകളിൽ ചൂസ് ചെയ്യാം. അതായത് റെസിപ്പി ടൈം എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ 5 മിനിറ്റ് താഴെ, 15 മിനിറ്റ് താഴെ. അപ്പോൾ ഈ ഒരു ടൈമിന് ഇടയ്ക്കുള്ള റെസിപ്പി മതി നമുക്കെങ്കിൽ ഇവിടെ അത് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ 5 മിനിറ്റ് താഴെയുള്ള റെസിപ്പി എന്നത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ അപ്ലൈ കൊടുക്കുന്നു. അപ്പം നമ്മൾ ക്ലിക്ക് ചെയ്ത 3 ഇൻഗ്രീഡിയൻസും അതുപോലെ 5 മിനിറ്റിൽ താഴെ കുക്കിംഗ് ടൈം വരുന്ന ഡിഷസ്, ഈ 2 കാറ്റഗറി പെടുന്ന ഡിഷുകളുടെ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ട് മനസ്സിലാക്കി ആ ഒരു ഡിഷ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അതുപോലെ നേരത്തെ നമ്മൾ കണ്ടാണ് വീഡിയോസ് മാത്രം മതിയെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. പിന്നെ കീ ഇൻഗ്രീഡിയൻസിനകത്ത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത 3 ഇൻഗ്രീഡിയൻസ്, പിന്നെ മീൽസ് ടൈപ്പ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പം നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഈ കാണുന്ന ഏതെങ്കിലും മീൽസ് ടൈപ്പിൽ വേണോ എന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്വിക്ക് ആൻഡ് ഈസി എന്നത് ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് അപ്ലൈ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ ഒരു ബേസിലുള്ള ഡിഷസ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അതായത് 5 മിനിറ്റ് താഴെ ഉള്ളതും നമ്മൾ കൊടുത്ത ആ 3 ഇൻഗ്രീഡിയൻസും പിന്നെ ഈസിയായി അതിൻ്റെ കുക്കായിട്ടുള്ള ഡിഷസും. അപ്പോൾ ഈ കാറ്റഗറി പെടുന്ന ഡിഷസൊക്കെ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു 3 കാറ്റഗറി പെടുന്ന ഡിഷസ് ഇവിടെ 3 എണ്ണേ ഉള്ളൂ. ഇനിയും ഉണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കാമെങ്കിൽ ഡയറ്റ്. അപ്പോൾ ഡയറ്റ് എന്നത് ക്ലിക്ക് ചെയ്യാമെങ്കിൽ ഈ കാണുന്ന ഏതെങ്കിലും ഓപ്ഷൻ വേണമെങ്കിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത മാക്സിമം ഇൻഗ്രീഡിയൻസ് എന്നത് 3 ഓർ ലെസ്, 5 ഓർ ലെസ്. അപ്പോൾ ഈ കാണുന്ന കാറ്റഗറി ബേസിലുള്ള ഡിഷസ് നമുക്ക് സെർച്ച് ചെയ്യാം. ഞാൻ തൽക്കാലം ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. ഇനി അടുത്ത ഓപ്ഷനായിട്ടുള്ള റേറ്റിംഗ്, നമുക്ക് റേറ്റിംഗ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ റേറ്റിംഗ് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഡിഷ് വേണമെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗ്. അപ്പോൾ നമ്മുടെ റേറ്റിങ്ങിന് അനുസരിച്ചുള്ള ഡിഷസ് നമുക്കിവിടെ സെർച്ച് ചെയ്യാം. ബേസിക്കായിട്ട് മെയിൻ 3 ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഡിഷസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയും പലതരത്തിൽ നമുക്ക് ഡിഷസ് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പം യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന കൂട്ടുകാർക്ക് കണ്ടതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു സൈറ്റിൻ്റെ സഹായത്തോടെ നിരവധി ഡിഷസുകൾ നമുക്ക് വേഗം തന്നെ കണ്ടെത്താൻ സാധിക്കും. യൂട്യൂബിൽ ആണെങ്കിൽ നമ്മൾ ഇന്നത് എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്യേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ബേസിൽ നമുക്ക് കുറേയധികം ഡിഷസുകൾ കണ്ടെത്താൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് ഒരു ഐഡിയ എങ്കിലും ലഭിക്കുന്നതായിരിക്കും. അത് വെച്ച് നമുക്ക് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. കൂട്ടുകാർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് കാണുക. അതുവരേക്കും ബൈ ബൈ.